നമുക്കുള്ള തൊഴിൽ അന്വേഷിച്ച് നമ്മൾ എവിടെയെല്ലാമോ അലയുന്നു. സത്യത്തിൽ നമ്മുടെ തൊഴിൽ എന്താണ്, നമ്മുടെ ധർമ്മം എന്താണെന്നുള്ളത് എവിടെയാണ് അന്വേഷിക്കേണ്ടത്? പുറത്തോ അകത്തോ? അതാണ് ഇന്ന് നമ്മുടെ വിഷയം. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: പാത്ത് ടു ലൈഫ്, ധർമ്മ. ഡിസ്കവർ യുവർ നേച്ചർ ആൻഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് ഇറ്റ്. ജീവിതധർമ്മത്തിലേക്കുള്ള വഴി. ജീവിതധർമ്മം കണ്ടെത്തുന്നത് പുറം ലോകത്തിലല്ല, സ്വന്തം ഉള്ളിലാണ്. സ്വന്തം വാസനകളെയും ശേഷികളെയും തൃഷ്ണകളെയും തിരിച്ചറിഞ്ഞ് അവയെ വികസിപ്പിക്കുകയും സഹജധർമ്മത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ സ്വാസ്ഥ്യവും സമന്വയവും ഉണ്ടാകുന്നു. പ്രകൃതിയുമായി യോജിച്ച് ജീവിക്കുന്ന മനുഷ്യൻ തന്റെ നിയോഗം പൂർത്തിയാക്കി യഥാർത്ഥ ജീവിത സാഫല്യത്തിൽ എത്തിച്ചേരുന്നു. ഇതാണ് ഇന്നത്തെ വിഷയത്തിന്റെ കോർ. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഈ ജീവിതധർമ്മത്തിലേക്കുള്ള ആ ഒരു ഒഴുക്കില് തൊഴിലാണ് ജീവിതധർമ്മം എന്ന് വിചാരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോ അതിന് ബന്ധിച്ചുകൊണ്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചുകൊണ്ടത്. അതിന്റെ അവസാനമായിട്ട് ജീവിതധർമ്മവും തൊഴിലും എന്നുള്ള പരമ്പരയിൽ ജീവിതധർമ്മത്തിലേക്കുള്ള വഴി എങ്ങനെ നേടാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോ പാത്ത് ടു ലൈഫ് ധർമ്മ. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്കവർ യുവർ നേച്ചർ ആൻഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് ഇറ്റ്. നിങ്ങളുടെ സ്വാഭാവിക പ്രകൃതം എന്തെന്ന് മനസ്സിലാക്കുക, അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ സ്വന്തം വാസനകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൽ ആദ്യം ചെയ്യേണ്ടത്. സ്വന്തം വാസനകൾ എന്താണ്? ഈ വാസനകള് എന്നല്ല, ആന്തരികമായിട്ടുള്ള പ്രവണതകളാണ്. നമ്മുടെ പ്രവണത എന്ന് പറയുമ്പോൾ ആക്കം. ചിലപ്പോ നമ്മള് ഈ കമലഹാസന്റെ ഒരു സിനിമയില് ഉർവശിയെ ഉർവശി ഒരു വൃദ്ധയാണ്, മോഷ്ടാവായി കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു വസ്തു അവരുടെ തിരിക്കുന്നുണ്ട്, അത് മോഷ്ടിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല. അവർ കൈ അതിന്റെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതൊരു ആന്തരിക പ്രവണതയാണ്. അപ്പൊ അതുപോലെ ഇപ്പൊ നമുക്ക് മധുരമുള്ള ചില വസ്തുക്കൾ എടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് തിന്നാൻ തോന്നും. കുട്ടികളാണെങ്കിൽ അത് എടുത്ത് തിന്നിരിക്കും. അപ്പോ ഇത് ആന്തരിക പ്രവണതയാണ്. ഇതിനെയാണ് വാസന എന്ന് പറയുന്നത്. നമ്മൾ ആരുടെയും പ്രേരണകളില്ലാതെ ഉള്ളിൽ നിന്നും നേരിട്ട് കയറി വരുന്ന പ്രവണത. അത് ആ ചില കാര്യങ്ങൾ നമ്മളെ സ്വാഭാവികമായിട്ട് ആകർഷിക്കും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് പഠിക്കുകയോ അതിനു വേണ്ടി ഒരു മാർക്കറ്റിംഗ് നടത്തുകയോ ഒന്നും ആവശ്യമില്ല. നമ്മൾ അതങ്ങനെ നമ്മളെ സ്വാഭാവികമായിട്ട് ആകർഷിക്കും. അപ്പോ ഇത് ശരിക്കും ഈ ആവർത്തനങ്ങളിലൂടെ അത് കടന്നു പോകും. ഈ ആകർഷണം ആവർത്തിച്ച് വിളിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ മുകളിൽ എന്താ പറയാ മാറി നിൽക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ആവർത്തിച്ചുള്ള വിളികളുണ്ടല്ലോ, ആ വിളികളിൽ നമ്മൾ അറിയുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ എന്തോ ഒന്ന് ഉറങ്ങിക്കിടക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ ആ വിളി വരുന്നുണ്ട്. ഇത് ജീവിതധർമ്മത്തിലേക്കുള്ള ആദ്യ സൂചനയാണ് ഈ വാസന എന്ന് പറയുന്നത്. അതായത് ഒളിമ്പസ് പറയുന്നത് നിങ്ങളുടെ ആകർഷണങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിനോട് ആകർഷിക്കപ്പെടുന്നത് നിങ്ങളുടെ ജീവിതധർമ്മത്തിന്റെ അടയാളങ്ങളാണ്. ഈ ആകർഷണം ട്രെയിൻ ചെയ്തുണ്ടാക്കിയതാണോ എന്നുള്ളത് വേറൊരു ഒരു ചോദ്യമാണ്. എങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ആകർഷണം തോന്നുന്നത് നമ്മുടെ ജീവിതധർമ്മത്തിന്റെ അടയാളങ്ങളാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ വാസനയെ കണ്ടെത്തുക. ഇവിടെ ഓരോ മനുഷ്യരും വ്യത്യസ്ത കഴിവുകളോടെയാണ് ജനിക്കുന്നത്, അല്ലെ? അപ്പോ അവർക്ക് വാസനകൾക്കനുസരിച്ചുള്ള ശേഷികളായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ സ്വന്തമായിട്ട് ശേഷികളോടുകൂടിയാണ് ഓരോ മനുഷ്യരും ജനിക്കുന്നത്. ആ ജനിക്കുന്ന ശേഷികളെ ഉണ്ടെന്ന് നമ്മൾ ഈ വാസനയെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ അങ്ങനെ വാസനയെ നോക്കി അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിനെ വളർത്തിയെടുക്കണം. പലതവണ അഭ്യസിക്കുന്നത് കൊണ്ടാണ്, പലതവണ ആവർത്തിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ആ ശേഷി ശക്തമാകുന്നത്. അവിടെ ഈ വികസിക്കപ്പെടാത്ത കഴിവുകളുണ്ടല്ലോ, നമ്മൾ യൂട്ടിലൈസ് ചെയ്യപ്പെടാത്ത കഴിവുകൾ എന്ന് പറയുന്നത് ശരിക്കും നഷ്ടപ്പെട്ട പോസിബിലിറ്റീസ് ആണ്. പ്രകൃതി നമുക്ക് ഇഷ്ടം പോലെ പോസിബിലിറ്റീസ് തന്നിട്ടുണ്ട്. നമ്മൾ വികസിപ്പിക്കാതെ ആ കഴിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, വികസിപ്പിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെടുന്ന സാധ്യതകളാണ്. ധർമ്മങ്ങളെ പൂർത്തീകരിക്കണമെങ്കിൽ ഈ ശേഷികൾ പരിപോഷിക്കപ്പെടണം. അപ്പോൾ വാസന ഉണ്ടായിരിക്കണം, ശേഷി ഉണ്ടാവും, ശേഷി പരിപോഷിപ്പിക്കപ്പെടണം. അതിന് നമുക്ക് ഉണ്ടാവുക വഴക്കമായിരിക്കേണ്ട. വഴക്കമുണ്ടെങ്കിൽ അതിനെ പ്രാക്ടീസ് ചെയ്ത് തഴക്കമാക്കി മാറ്റണം. അപ്പോ സഹജാവബോധത്തിൽ നിന്നും നമ്മൾ വാസനയെടുത്തു, ശിക്ഷിതാവബോധത്തിൽ നിന്നും നമ്മൾ സഹജശേഷികളെ വളർത്തിയെടുക്കുന്ന കാര്യങ്ങൾ എടുത്തു. ഇനിയോ അടുത്തത് തീഷണയാണ്. സ്വന്തം
നമ്മൾ ഇത് അവതരിപ്പിച്ചതാണോ? തുടങ്ങിയത് എനിക്ക് ഞാൻ തുടക്കത്തിൽ കേട്ടില്ല. ജീവിതധർമ്മം എന്നാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് പലപ്പോഴും എടുത്തിട്ടുള്ള ഈ സീരീസിൽ വന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നോക്കാം. അപ്പോ ഇവിടെ അല്ല, ധിഷണ എന്നുള്ള പദം വന്നുകൊണ്ട് പറഞ്ഞാണ് സ്വന്തം ധിഷണയെ പിന്തുടരുക എന്നുള്ളതാണ് പിന്നെ വരുന്ന കാര്യം. സ്വന്തം ധിഷണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇന്റേണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അത് ആന്തരിക ബുദ്ധിയും ഒരു ദിശാബോധമാണ് ഈ ധിഷണ എന്ന് പറയുന്നത്. നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള ഇന്റലിജൻസ്, നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു ഇന്റലിജൻസ്, നമ്മൾ ആലോചിച്ച് കൂട്ടി ഉണ്ടാക്കുന്ന ഇന്റലിജൻസ് അല്ല, അതൊരു ദിശാബോധമാണ്, ഇന്ന വഴിക്കാണ് പോകേണ്ടത് എന്നുള്ളത്. ശരിക്കും സമൂഹം നമ്മളോട് പറയുന്നുണ്ട്, നമ്മുടെ സമൂഹം നമ്മളോട് നിരന്തരം അത് ചെയ്യൂ, ഇത് ചെയ്യും, അതല്ലേ വേണ്ടത്, ഇതാണ് പൊതുവായി ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന ആ സമൂഹത്തിന്റെ ശബ്ദത്തെക്കാളും ഉള്ളിലുള്ള ഈ ധിഷണയുടെ ശബ്ദം, ആന്തരിക ബുദ്ധിയുടെയും ദിശാബോധത്തിന്റെയും ആ ശബ്ദത്തെയാണ് നമ്മൾ കേൾക്കേണ്ടത്. ഈ ധിഷണയെ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത്, അത് ഇന്നർ കാൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഇന്നർ കാൾ പലപ്പോഴും ജീവിതത്തിന്റെ ശരിയായ വഴി കാണിച്ചു തരും. നമുക്ക് അതിലേക്ക് ഇങ്ങനെ ടെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പലപ്പോഴും തീരുമാനങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ഈ ധിഷണയെ ആധാരമാക്കിയിട്ടാണ് നമ്മുടെ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത്. അവിടെയാണ് അത് വർക്ക് ചെയ്ത് തുടങ്ങേണ്ടത്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് വിടും. അവിടെ അവർ പറഞ്ഞു അല്ലെങ്കിൽ ഇവര് പറഞ്ഞു എന്ന രീതിയിൽ നമ്മൾ തീരുമാനങ്ങൾക്ക് വിടും. അതല്ല, ആന്തരികമായിട്ടാണ് ആ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ധിഷണയെ പിന്തുടരുന്ന സ്വയം വിശ്വസിക്കുന്നതാണ്. നമ്മളെ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് സ്വയമേ വിശ്വസിക്കാൻ കഴിയുമ്പോഴാണ് ധിഷണയെ നമുക്ക് പിന്തുടരാൻ കഴിയും. അപ്പോ സഹജധർമ്മം എന്ന് പറയുന്നത് എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ, വെളിയിൽ നിന്ന് ഒരാൾ എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ, എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നാലും ഒന്നും മാറില്ല. ആ സഹജധർമ്മം അല്ലെങ്കിൽ സ്വധർമ്മം എന്നുള്ളത് മാറുന്നില്ല, അത് അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. പലപ്പോഴും ഈ വെല്ലുവിളികൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികൾ, നിർദ്ദേശങ്ങൾ, ഓരോരുത്തരെ ആകർഷിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ സഹജധർമ്മത്തെ പരീക്ഷിക്കും. പക്ഷെ അതൊരിക്കലും ഇല്ലാതാവില്ല. നമ്മൾ പരീക്ഷിച്ചു കഴിഞ്ഞാൽ ചിലരുണ്ട്, അയ്യോ അങ്ങനെ വന്നു, എന്നാ പിന്നെ മാറിയേക്കാന്ന് കരുതി ഇത് വിട്ടിട്ട് അങ്ങോട്ട് പോകും. ഇത് വിടാൻ പറ്റില്ല, ഈ സാധനം ഉള്ളിലുണ്ടാവും. പക്ഷെ ഇത് വിട്ടിട്ട് അങ്ങോട്ട് പോകുന്നത് ശരിക്കും സ്വയം നഷ്ടപ്പെടുത്തുന്നവനാണ്. ഇപ്പോ സ്വന്തം വാസനയുണ്ട്, വാസനയ്ക്കനുസരിച്ചുള്ള ശേഷിയുണ്ട്, ശേഷി ഉണ്ടായിട്ടത് ഉപയോഗിക്കാതെ വരുന്നവൻ, അവൻ അത് ഉപയോഗിക്കാതെ പോകണം, അവനെ റൂള് ചെയ്യാണ്. ഇപ്പോ നല്ലപോലെ പാടുന്ന ഒരാൾ പാട്ട് പാടാതെ, പാട്ടിനെ വികസിപ്പിക്കാതെ അയാൾ ആ സമയം മുഴുവൻ മൊബൈലിൽ പാട്ടും കേട്ടുകൊണ്ടിരുന്നാലോ, മൊബൈലിൽ പാട്ട് കേൾക്കാൻ ഫെസിലിറ്റി ഉണ്ട്, പക്ഷെ സ്വന്തം പാടാനുള്ള ആർജവത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയില്ലേ. അപ്പോ പുറം ലോകത്തിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിൽ സ്വന്തം ഇച്ഛയില്, സ്വന്തം പ്രകൃതിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് സ്വധർമ്മം എന്നുള്ള അവസ്ഥ ഉണ്ടാവുക. ഈ ധർമ്മപൂരണം നടത്തണമെങ്കിൽ ഈ സ്വധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്ഥിരത എന്നുള്ളൊരവസ്ഥ ഉണ്ടാവണം. സ്ഥിരതയാണ് ധർമ്മപൂരണത്തിന്റെ അടിസ്ഥാനം. ധർമ്മം പാലിക്കണമെങ്കിൽ നമുക്ക് സ്ഥിരത ഉണ്ടാവണം. അപ്പോ ഒളിമ്പസ് പറയുന്ന കാര്യം ഇതാണ്, സ്വധർമ്മത്തിൽ നിലകൊള്ളുന്നത് ആണ് ജീവിതത്തിൽ നിലകൊള്ളുക എന്ന് പറയുന്നത്. നിങ്ങൾ സ്വധർമ്മത്തിൽ നിന്ന് മാറിയാണ് നിലകൊള്ളുന്നതെങ്കിൽ ജീവിതത്തിലല്ല നിൽക്കുന്നത്. നിങ്ങൾ വെർച്വൽ ആയിട്ടുള്ള ലിവിംഗ് ആണ്, യഥാർത്ഥ ജീവിതം ഇല്ല. അപ്പോ സ്വധർമ്മത്തിൽ നിലകൊള്ളുക എന്ന് പറയുന്നത്, ഈ സ്വധർമ്മത്തിൽ നിലകൊള്ളുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? സ്വയത്തിനുള്ളിൽ സ്വാസ്ഥ്യം നിലനിർത്തും അല്ലെ. അവരുടെ അകത്ത് നമ്മൾ ധർമ്മം ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വാസ്ഥ്യം ഉണ്ടാവുക. സ്വാസ്ഥ്യം ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മുടെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും സമന്വയത്തിലായിരിക്കും, അസ്വസ്ഥമായിരിക്കും. ഉള്ളിൽ കിടന്ന് മൊത്തം മറിയുകയാണെങ്കിൽ, ഇപ്പൊ വയറിളക്കം വന്നു കഴിഞ്ഞാൽ വയറിളക്കത്തിന്റെ രീതിയിൽ വയറിങ്ങനെ മൊത്തം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും. സ്വാസ്ഥ്യം എന്നുള്ളത് ഇഷ്ടമാവും. അപ്പോ ഉള്ളിലെ സമന്വയമായി നിൽക്കുന്ന, സമമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. അവിടെ ചിന്ത, വികാരം, പ്രവൃത്തി ഇവയെല്ലാം യോജിക്കണം. നമ്മൾ ചിന്തിക്കുന്നത് ഒരു വഴിക്ക് പോകുന്നു, നമ്മുടെ വികാരങ്ങൾ മറ്റൊരു വഴിക്ക് പോകുന്നു, പ്രവൃത്തി വേറൊരു വഴിക്ക് പോകുമ്പോൾ സ്വാസ്ഥ്യം ഉണ്ടാവില്ല. ഇത് മൂന്നും ഒന്നായിട്ട് നിൽക്കണം. അതിനെ സ്വയം എതിർക്കാതെ ജീവിക്കണം. നമുക്ക് ഈ കാര്യങ്ങൾ, നമുക്ക് വരുന്ന കാര്യങ്ങളെല്ലാം സ്വയം എതിർക്കാതെ ജീവിക്കണം. സ്വന്തം ധർമ്മത്തോട് ഉള്ള ആ ഒരു സമന്വയം ഉണ്ടല്ലോ, യോജിച്ച അവസ്ഥ, ചിന്ത, വികാരം, പ്രവൃത്തി തുടങ്ങിയ യോജിച്ച അവസ്ഥ, ആന്തരികമായിട്ടുള്ള സ്വസ്ഥത, നല്ല സമാധാനം. അതായത് സ്വാസ്ഥ്യം എന്ന് പറയുന്നത് ജീവിതധർമ്മം പാലിക്കുന്നതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഫലമാണെന്നാണ് ഈ പറഞ്ഞു വന്നത്. അപ്പോ ഇതിന് വേണ്ടത് എന്താ ചെയ്യേണ്ടത്? പ്രകൃതിയുമായിട്ട് യോജിച്ച് ജീവിക്കുക. നമ്മുടെ ബാഹ്യമായിട്ടുള്ള പ്രകൃതി, ആന്തരികമായിട്ടുള്ള പ്രകൃതി, ഇതിനോട് യോജിച്ച് ജീവിക്കുക. മനുഷ്യൻ പ്രകൃതിന്ന് വേറിട്ടൊരു സത്തയല്ലല്ലോ, മനുഷ്യൻ പ്രകൃതി തന്നെയാണ്. പ്രകൃതിയുടെ താളത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ജീവിതം ക്രമത്തിലാണ്. അവിടെ നമുക്ക് വേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ കഴിയണം. നമുക്ക്
ഗ്രേറ്റ്ഫുൾ ആയിട്ട് ജീവിക്കാൻ കഴിയണം. നമുക്കെല്ലാം തന്ന പ്രകൃതിയോട്, പ്രപഞ്ച സംവിധാനത്തോട് നമുക്ക് എന്താ പറയാ, വിധേയത്വം ഉണ്ടാവണം, നന്ദി ഉണ്ടാവണം. അവയോട് സഹകരിച്ചുകൊണ്ട് ജീവിക്കണം. അപ്പോ സിമ്പിൾ ആവുക എന്നുള്ളത്, ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളത്, കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്, കോറിലേറ്റ് ചെയ്യുക എന്നുള്ളത്, സിംബയോട്ടിക് ആവുക എന്നുള്ളത് എല്ലാം പ്രകൃതിയുടെ വഴികളാണ്. ഈ പ്രകൃതിയുമായിട്ടുള്ള യോജിപ്പിലാണ് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. നമുക്ക് ഈ നമ്മുടെ റൂട്ടുമായിട്ട് ബന്ധമില്ലാതെ എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് മറ്റേ നൂലഴിഞ്ഞ പട്ടം പോലെ പറക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അല്ല, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനവുമായിട്ട് കാലുറപ്പിച്ചുകൊണ്ട് വീഴാതെ ഉത്തരവാദിത്തത്തോടെ ദൗത്യബോധത്തോടു കൂടി ജീവിക്കുന്നതാണ് സ്വാതന്ത്ര്യം. ഇത് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന സ്വാഭാവികമായി സംഭവിക്കും. അവിടെയാണ് ജീവിതധർമ്മം എന്ന് പറയുന്നത് ജീവിത സാഫല്യത്തിലേക്ക് നയിക്കുക. കാരണം സ്വാസ്ഥ്യം ഉണ്ടാവും, ജീവിത ലക്ഷ്യം എന്തെന്ന് മനസ്സിലാവും, വാസനകളും ചോദനകളും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കും, ആന്തരിക ശേഷികൾ മെച്ചപ്പെട്ടു വരും. ഇത് സ്വന്തം തൃഷ്ണയുടെ നിയന്ത്രണത്തിലാവും, അത് ദിശ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ജീവിത സാഫല്യത്തിലേക്ക് എത്തും. ഈ ജീവിത സാഫല്യം എന്ന് പറയുന്നത് ഒരിക്കലും ഈ സമ്പത്ത് നേടുക, സ്ഥാനം നേടുക എന്നൊക്കെ അങ്ങനെയാണ് പലരും കരുതാറ്. അങ്ങനെയല്ല, സ്വന്തം നിയോഗം പൂർത്തീകരിക്കുന്നതാണ് യഥാർത്ഥ വിജയം. സ്വന്തം ജീവിതത്തിന്റെ ധർമ്മം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ വിജയം. അവിടെ വേണ്ടത് എന്താ? ധർമ്മത്തെ പൂർത്തീകരിക്കുക. ധർമ്മത്തെ തിരിച്ചറിയാൻ നമ്മുടെ വാസനകളെയും ശേഷികളെയും തൃഷ്ണയും തിരിച്ചറിയാം. ഇത് പൂർത്തീകരിക്കുക, ധർമ്മത്തെ പൂർത്തീകരിക്കുക. അപ്പൊ ജീവിതത്തിന് അർത്ഥം വരും. ഈ സ്വധർമ്മം ജീവിക്കുന്ന സമയത്ത് ജീവിതത്തിൽ സംതൃപ്തി വരും, സന്തോഷം വരും, സമാധാനം വരും. അപ്പോ ജീവിത സാഫല്യം എന്ന് പറയുന്നത് കണ്ടെത്തുന്നത് പുറത്തല്ല, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അവന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? സ്വന്തം വാസനകളെ തിരിച്ചറിയുക, ശേഷികളെ വളർത്തുക, തൃഷ്ണയെ പിന്തുടരുക, സഹജധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക, നമ്മുടെ സ്വാസ്ഥ്യം നിരന്തരം മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് വേണ്ടത് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. ഇതാണ് ജീവിതധർമ്മത്തിലേക്കുള്ള വഴി, ജീവിത സാഫല്യത്തിലേക്കുള്ള യാത്ര. ഇവിടെ തൊഴിലിന് എന്ത് റോഡാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ സ്വയം പരിശോധിക്കുക. തൊഴിലല്ല ജീവിതത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ജീവിതധർമ്മം എന്ന് പറയുന്നത് നമ്മളെ നമ്മളാക്കുന്ന പ്രക്രിയയാണ്. നാം ആയിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതധർമ്മത്തെ കണ്ടെത്തി അതിലേക്ക് നമ്മളെ സമർപ്പിക്കണം. അതാകുമ്പോഴാണ് ജീവിതം പർപ്പസ്ഫുൾ ആവുന്നത്. അങ്ങനെ ആയിത്തീരാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പരമ്പര ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.